16-കാരിയായിട്ടുള്ള കാസർഗോഡുകാരി റമീസയെ ജീവനോടെ മൃഗീയമായി കശാപ്പ് ചെയ്തു കൊന്ന വാർത്ത ഏവരെയും ഇപ്പോഴും ആയത്തിൽ മുറിവേൽപ്പിക്കുന്നു. എനിക്ക് കല്യാണം കഴിയാൻ, എനിക്ക് പ്രസവിക്കാൻ, എനിക്ക് മുമ്പിലോട്ട് ഇങ്ങനെ ജീവിക്കാൻ, അങ്ങനെ എന്റെ മോളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് മജ്ജ മാറ്റി വെക്കലേക്കാക്കി. മനുഷ്യമാംസത്തെ പച്ചയിൽ കശാപ്പ് ചെയ്തു കൊന്ന് കോടിക്കണക്കിന് ആസ്തി ഉണ്ടാക്കി വളരുന്ന ഒരു ഹോസ്പിറ്റലാണ് കോഴിക്കോടിലുള്ള ആസ്റ്റർ നീംസ് ഹോസ്പിറ്റൽ എന്നാണ് റമീസയുടെ മാതാപിതാക്കൾ പറയുന്നത്. മോളാന്ന് ഞങ്ങളെ നിർബന്ധിച്ചിട്ട് എനിക്ക് ഡോക്ടർ നല്ല വിശ്വാസമായി, നമുക്കിത് ചെയ്യാം, എനിക്ക് മുമ്പിലോട്ട് നല്ല പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ് ഇതിലേക്ക് വരുന്നത്. അത്ര നല്ല സ്റ്റേബിളായ എൻ്റെ മോൾ ഞാൻ ഡോക്ടറോട് 1000 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു മോളാണ്, ആണായിട്ട് പെണ്ണായിട്ട് ഒരു മോളേ ഉള്ളൂ, എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? ഡോക്ടർ പറഞ്ഞില്ല, 95% സക്സസ് ആണ്, നിങ്ങൾക്ക് ഇത്ര സ്റ്റേബിളായ കുട്ടിയായതുകൊണ്ട് അത്രയും സക്സസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വരുന്നത്. ഓരോ മാസവും നിരവധി ജീവനുകളാണ് അതിനുവേണ്ടി അവർ കൊന്നു കളയുന്നത് എന്നാണ് മാതാപിതാക്കളുടെ വാദം. ജീവനു വേണ്ടി അലമുറയിടുന്ന ഒരു സാധാരണക്കാരനെ പറഞ്ഞു പറ്റിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പണത്തിനു വേണ്ടി ആളുകളുടെ ഇടയിലേക്ക് യാചനക്ക് വിടുന്നതാണ് ഇവരുടെ മെയിൻ ബിസിനസ് സ്ട്രാറ്റജി അഥവാ ക്രൗഡ് ഫണ്ടിങ്. അതിൽപ്പെട്ട ഒരു ഇരയായിരുന്നു പിഞ്ചുമോൾ റമീസയും. ഇപ്പൊ മോളാണെങ്കിലും മോർച്ചറിയിലാണുള്ളത്, എല്ലാം പോയി, ഒന്നുമില്ല. ഇപ്പൊ ലാസ്റ്റത്തെ 2 ആഴ്ച ആകുമ്പോൾ മോളാർക്ക് താഴെ തളർന്ന് കണ്ണിന്റെ കാഴ്ച പോയി, സംസാരശേഷി നഷ്ടപ്പെട്ട്. ഇവര് പറയുന്നല്ല വൈറസ് എന്ന്, ഞങ്ങളോട് പറഞ്ഞ എല്ലാ വൈറസിനും മരുന്നുണ്ട്. ഇപ്പൊ പറയുന്നത് ഈ വൈറസിന് മരുന്നില്ല, ആ വൈറസിന് മരുന്നില്ല. 55 ദിവസമായി എൻ്റെ മോള് ഫുഡ് കഴിച്ചിട്ട്. പറയുന്നവർ ഡോക്ടർ പറയും RLA DNS ഓവർ മരുന്ന് കുത്തിവെച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ കൊന്നതിന് ഞങ്ങൾക്കൊന്നുമില്ല, പ്രതീക്ഷയില്ലാതെ. അപ്പൊ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം. ചാനലുകാർ എന്തുകൊണ്ട് വരുന്നില്ല, അവരെന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതൊക്കെ ജനങ്ങൾ അറിയണം. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ എന്റെ മോള്, ഞങ്ങളെ ലൈഫ് എല്ലാം കംപ്ലീറ്റ് കൊടുത്തേക്കാൻ കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് 2 കുട്ടികളിൽ മരിക്കും, ഉറപ്പാണ്. തിരിച്ചു തരാമെന്ന്. ഏറെക്കാലത്തെ സ്വപ്നങ്ങൾ നെയ്തി ജീവിക്കുന്ന റമീസ ഏവർക്കും പ്രിയപ്പെട്ട ഒരു മോളായിരുന്നു. പഠനത്തിലും സോഷ്യൽ മീഡിയയിലും ഏറെ കഴിവ് തെളിയിച്ച് എല്ലാവർക്കും സന്തോഷം പകർന്നിരുന്ന അവൾക്ക് തലസീമിയ മേജർ എന്ന രോഗമുണ്ടായി. തലസീമിയ മേജർ എന്താണെന്ന് നോക്കാം. ഇത് ഒരു അപൂർവ രോഗമാണ്. അതായത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരു രോഗാവസ്ഥയാണ് തലസീമിയ. ഹീമോഗ്ലോബിൻ എന്നാൽ ചുവന്ന രക്താണുക്കളിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ്. ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ എടുത്ത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുക എന്നതാണ് ഹീമോഗ്ലോബിന്റെ പ്രധാന ധർമ്മം. തളർച്ച, വിളർച്ച, ക്ഷീണം എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മളെല്ലാം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഹീമോഗ്ലോബിന്റെ കുറവ് സാധാരണ ആളുകളിൽ കാണപ്പെടാറുണ്ടെങ്കിലും ഇതിന്റെ ഭീകരാവസ്ഥയാണ് തലസീമിയ മേജർ. ഈ രോഗാവസ്ഥ റമീസയ്ക്കുണ്ടെന്ന് പോലും അറിയില്ല. കാരണം ആ മോളുടെ ആരോഗ്യത്തിനോ ശരീരഭാഗങ്ങൾക്കോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഉപ്പയുടെയും ഉമ്മയുടെയും വാത്സല്യത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന ആ കുടുംബത്തിലേക്ക് വല വീശുകയായിരുന്നു നിംസ് ഹോസ്പിറ്റലിലെ കശാപ്പുകാർ. കാലങ്ങളായി റമീസ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ അവൾക്ക് 40 വർഷത്തോളം ജീവിക്കാമെന്നും നിരവധി ഡോക്ടർമാർ വിധി എഴുതിയിട്ടുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവളുടെ ഒരു സ്കാനിങ്ങിന് വേണ്ടി കോഴിക്കോടിലുള്ള നിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരേണ്ടി വന്നു. ഹോസ്പിറ്റലിലെ ജീവനക്കാർ അവരുടെ ട്രാപ്പിനുള്ള പണി ആരംഭിച്ചു. സ്കാനിങ്ങിനായി അവളുടെ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ സ്കാനിങ്ങിന് ശേഷം അവരെ തിരിച്ചുവിടാതെ നിർബന്ധിച്ച് അവരുടെ ഡോക്ടറെ കാണിക്കുകയുമായിരുന്നു. ഡോക്ടറുടെ ട്രാപ്പിൽ എത്തുന്നത് വരെ അവരവിടെ പല കളികളും കളിച്ചിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു അവരുടെ ജീവിതം വെച്ച് കോടികൾ സമ്പാദിക്കാമെന്ന്. പ്ലാനിംഗ് എ പതിവ് പോലെ തന്നെ തെറ്റിയില്ല. ഡോക്ടർ കസേര വലിച്ച് പൂർണ്ണ സ്വീകരണത്തോടെ അവരെ ക്ഷണിച്ചു. വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങിയ ഇരയോടുള്ള കള്ളച്ചിരിയെ തോൽപ്പിക്കുന്നതായിരുന്നു നിറഞ്ഞു നിൽക്കുന്ന റമീസയുടെ പുഞ്ചിരി. അധികം വലിച്ചു നീട്ടാതെ ഡോക്ടർ കേശവൻ പ്ലാൻ ബിയിലേക്ക് അവരെ കൊണ്ടുപോവാൻ തീരുമാനിച്ചു. നല്ലൊരു ജീവിതത്തിനു വേണ്ടി അജീവനാന്ത സ്വപ്നം കാണുന്ന റമീസക്കും പൊന്നുമോളുടെ നല്ലൊരു ജീവിതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കുടുംബത്തിനും ഡോക്ടർ കേശവന്റെ ചൂണ്ടലിട്ടു തുടങ്ങി. മോളെ, നിനക്ക് നല്ലൊരു ജീവിതം നയിക്കാം, നിനക്ക് വിവാഹം കഴിക്കാം, പ്രസവിക്കാം. നീ ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി കയറി ഇറങ്ങേണ്ടതില്ല. അങ്ങനെ ആ മോളുടെ സ്വപ്നങ്ങൾക്ക് അയാൾ 95% ഉറപ്പും നൽകി. ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ശരിയാക്കാമെന്ന് ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഡോക്ടർ കേശവൻ സമ്മതിപ്പിച്ചു. അങ്ങനെ റമീസ അവളെ പൊന്നുപോലെ നോക്കുന്ന മാതാപിതാക്കളോട് സാധാരണ പെൺകുട്ടികളെ പോലെ ജീവിക്കാൻ സ്വപ്നം കണ്ട് തിളങ്ങുന്ന കണ്ണോടെ, ഉപ്പ, നമ്മൾ എങ്ങനെയെങ്കിലും ഇത് ചെയ്യാം. എനിക്ക് ആ ഡോക്ടറെ പൂർണ്ണ വിശ്വാസമാണ്. എവിടെന്നെങ്കിലും പണം സ്വരൂപിക്കാൻ നോക്കിക്കൂടെ? മാറിയതിനു ശേഷം ഞാൻ പണിക്ക് പോയി ആ കടമെല്ലാം നമുക്ക് വീട്ടാം. ഇതെല്ലാം ആ മാതാപിതാക്കളുടെ മനസ്സിന്റെ താളം തെറ്റിച്ചു തുടങ്ങി. ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നതാണ്.
അതിന്റെ വിജയസാധ്യത കണക്കാക്കുന്നത് പ്രായവും ആരോഗ്യനിലയും ഡിപ്പെൻഡ് ചെയ്താണ്. ഇത് ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ആരോഗ്യനിലയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ വ്യക്തിക്കും വ്യത്യസ്ത രീതികളിലാണ് ഇതിന്റെ സക്സസ് സാധ്യത എന്ന് ചുരുക്കം. ബ്ലഡ് റിലേഷനിൽ നിന്നാണെങ്കിൽ 70 മുതൽ 90% വരെയാണ് വിജയസാധ്യത. പക്ഷേ ഇവിടെ ഡോക്ടർ പറയുന്നത് 95% വിജയസാധ്യത എന്നോർക്കണം. ഇതിൽ ഏറ്റവും നിഗൂഢമായി കിടക്കുന്നത് മജ്ജ ഡൊണേറ്റ് ചെയ്യുന്ന ആളെ ഇവർ നേരിൽ കണ്ടിട്ട് പോലുമില്ല എന്നതാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ അയാളുടെ വയസ്സും അയാളുടെ ഭാരവും മാത്രമാണ് ഡോക്ടർ ഇവർക്ക് നൽകിയ വിവരം. അയാളുടെ പേര് പോലും ഡോക്ടർ ഇവർക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വലിയൊരു പ്രൊസീജിയർ അല്ലേ, അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയിൽ ഞങ്ങൾ പോയത്. അവിടെ നോക്കുമ്പോഴേക്ക് ഒരു ഡോക്ടറും 2 നേഴ്സുമാരും മാത്രമേ അവിടെ ഉള്ളൂ. എന്നിട്ട് അയാൾ ഒരു വീഡിയോ അനുസരിച്ച് ഡോണറെ ഇത് മാത്രം കാണിച്ചെന്ന്, വേറെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വീഡിയോ ചെറുതാണ് ഇത് കാണിച്ചത്, ഡോണർ ഇത് മാത്രം, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും അവർ കാണിച്ചിട്ട് അതിന്റെ എവിഡൻസ് അവർ ജനങ്ങൾക്ക് കാണിക്കട്ടെ. ഞങ്ങളോട് പറഞ്ഞ ഡോണർ 80 kg വെയിറ്റ് ഉണ്ട്, 20 വയസ്സായ ഡോണറാണ്, ജർമ്മനിയിലാണ്. ഡോണറിന്റെ പേര് പറയാൻ പറ്റില്ല, അത് മാത്രം കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്നു. ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തുന്ന ഒരു സ്റ്റാഫും ഒരേ ഒരു നേഴ്സും ഈ ഡോക്ടർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അവിടെ നടന്നിട്ടുണ്ടോ? അയാൾ റമീസയെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ രോഗങ്ങൾക്ക് അടിമയായവരുടെ അവയവമാണോ ഡോക്ടർ റമീസയ്ക്ക് നൽകിയത്? ബ്ലഡ് റിലേഷൻ അല്ലാത്ത പേരോ ഫോട്ടോയോ ഒന്നും വെളിപ്പെടുത്താത്ത 40 മുതൽ 60% വരെ മാത്രം വിജയസാധ്യതമുള്ള ഈ ഓപ്പറേഷനിൽ എങ്ങനെയാണ് ഡോക്ടർക്ക് 95% വിജയസാധ്യത പറയാനാവുന്നത്? ആ പിഞ്ചുമോളുടെ മാതാപിതാക്കൾ വീണ്ടും വീണ്ടും ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. കാരണം ഇതുവരെ കാണിച്ച ഡോക്ടർമാരെല്ലാം ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷന് 50-50 ചാൻസ് മാത്രമേ പറയുന്നുള്ളൂ. ആദ്യത്തെ പോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് അജീവനാന്തം അവൾക്ക് ജീവിക്കാമെന്നായിരുന്നു നല്ലവരായ ആ ഡോക്ടർമാരുടെ നിർദ്ദേശം. ആ നിർദ്ദേശം മാനിച്ചുകൊണ്ട് രക്ഷിതാക്കൾ ഡോക്ടറോട് കെഞ്ചി ചോദിച്ചു, ഞങ്ങൾക്ക് ആണായും പെണ്ണായും ഒരൊറ്റ മകളേ ഉള്ളൂ, നിങ്ങളെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്, സത്യമല്ലേ നിങ്ങൾ പറയുന്നത്? ഈ ഓപ്പറേഷൻ വിജയിക്കില്ലേ? ഡോക്ടർ പൂർണ്ണമായും ഉറപ്പു നൽകി. വിജയിച്ചവരുടെ നമ്പർ മാത്രമാണ് ഇവർക്ക് കൈമാറിയത്. പക്ഷേ രക്ഷിതാക്കൾക്ക് അറിയില്ലായിരുന്നു 10ൽ 9 ഫെയിലാണെന്ന കാര്യം. സർജറിക്ക് ശേഷം അണുബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ പേടിക്കേണ്ട, അതിനുള്ള എല്ലാ മരുന്നുകളും തങ്ങളുടെ പക്കലുണ്ട് എന്നും അവർ സമാധാനിപ്പിച്ചു. അങ്ങനെ നിംസ് ഹോസ്പിറ്റലിലെ ഫൈനൽ പ്ലാനിങ്ങിലേക്ക് ആ കുടുംബം എത്തിച്ചേരുകയാണ്. മാനസികമായും ശാരീരികമായും ആ മോൾ എല്ലാത്തിനും സജീവമായി. പക്ഷേ മോളുടെ ഈ ഉത്സാഹം രക്ഷിതാക്കളുടെ മനസ്സിൽ വേദന നിറക്കുകയായിരുന്നു. സെപ്റ്റംബർ 10-ാം തീയതി ആ മോള് തന്റെ ശരീരം കശാപ്പ് മേശയ്ക്ക് സമർപ്പിക്കുന്നു. ക്രൂരനായ ആ ഡോക്ടർ ശരീരത്തിനുള്ളിൽ ചെയ്തത് എന്തെല്ലാമെന്ന് ഇപ്പോഴും ആ പാവം കുടുംബത്തിനറിയില്ല. 8 ദിവസം ആ മോൾക്ക് വലിയ പ്രശ്നങ്ങളുമൊന്നും ഉണ്ടായില്ല. പക്ഷേ പതിവ് പോലെ 9ാമത്തെ ദിവസം കഠിനമായ പനിയും ലൂസ് മോഷനും ഛർദിയുമുണ്ടായി. ഉടൻ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവളെ അഡ്മിറ്റാക്കുകയായിരുന്നു. പുഞ്ചിരിക്കുന്ന ആ മോളുടെ മുഖം പതുക്കെ വാടാൻ തുടങ്ങുന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചു. പതുക്കെ ആ മോളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ആകെ ക്ഷീണിതരായ രക്ഷിതാക്കളോട് ഡോക്ടർ അഡിനോ വൈറസ് ബാധിച്ചിരിക്കുന്നു. ആദ്യം നെഗറ്റീവായിരുന്നു. വൈറസ് പിറ്റേ ദിവസം 4000 കടന്നു. അതിനുശേഷം 42,000 കടന്നു. അരയ്ക്ക് കീഴെ ആ പൊന്നുമോളുടെ ചലനവും നഷ്ടപ്പെടാൻ തുടങ്ങി. പതിയെ പതിയെ ഓരോ ശരീരഭാഗങ്ങളും നിലക്കാൻ ആരംഭിച്ചു. ഡോക്ടർ കേശവന്റെ കാല് പിടിച്ചു കെഞ്ചി, തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു ഇൻഫെക്ഷൻ വന്നാൽ അതിനുള്ള എല്ലാ മരുന്നുകളും എല്ലാ സാങ്കേതിക വിദ്യകളും തങ്ങളുടെ പക്കലുണ്ടെന്ന്. ഞങ്ങളുടെ മോളുടെ ജീവൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരണം. 60 ലക്ഷം കൈപ്പറ്റിയ ശേഷം കേശവന്റെ മുഖത്തെ ക്രൂര മുഖച്ചായം അവർക്ക് കാണാൻ കഴിഞ്ഞു. നന്നായി പഠിക്കുന്ന ഒരു മോളായിരുന്നു റമീസ. അവൾക്ക് എത്ര വേദന സഹിക്കുന്നുണ്ടെങ്കിലും കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാൻ അവർക്ക് നന്നായി കഴിയുന്നുണ്ടായിരുന്നു. സാധാരണ പെൺകുട്ടികളെ പോലെ ജീവിക്കാൻ സ്വപ്നം കണ്ടത് മാത്രമായിരുന്നു അവൾ ചെയ്ത തെറ്റ്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ പണത്തിനു വേണ്ടി പല പുഞ്ചിരിക്കുന്ന മുഖങ്ങളും വെട്ടി വീഴ്ത്തിയിട്ടുണ്ട്. ഇനിയൊരു റമീസയെ ആ ഹോസ്പിറ്റലിൽ കശാപ്പ് ചെയ്യാതിരിക്കാൻ ആ പൊന്നുമോളുടെ നീതിക്ക് വേണ്ടി അവളുടെ ഈ അനുഭവം എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.